അപ്പൊ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാന്ന്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഗൾഫിലൊക്കെ വന്ന് ജോലി എടുക്കുന്നതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ പുറത്തൊക്കെ നോക്കട്ടെ, അവിടെ എന്താണ് അവസ്ഥ, വന്ന ജോലിയൊക്കെ കിട്ടുമെന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എപ്പോഴും ആൾക്കാരോട് പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ കുഴപ്പമില്ലാത്തൊരു ജോലി, ഒരു കുഴപ്പമില്ലാത്ത സാലറി, ഒരു ആവറേജ് സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ജോലി നോക്കുന്നതാണ് ബെറ്റർ എന്നാണ് ഞാൻ പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ കുറേ കാരണങ്ങളുണ്ട്. ചില സമയങ്ങളിൽ അല്ലാതെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നത് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മളുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് ജോലി തേടി പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് സിറ്റിസൺ ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അവിടുത്തെ ഫസ്റ്റ് സിറ്റിസണിന് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലാണ് വേറൊരു രാജ്യത്ത് നിന്ന് ഒരാൾ വന്ന് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻസിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ തന്നെ കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട്, വലിയ ബാധ്യതകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഈവൻ ഗൾഫ് മാത്രമല്ല, ഈവൻ മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കും ആൾക്കാർ ഇതുപോലെ ചോദിക്കാറുണ്ട്, അങ്ങോട്ടൊക്കെ പോകണോ. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെ എപ്പോഴും ഒരു രാജ്യത്തേക്ക് പോയത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആവണം എന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ബേസിക്കലി ഒരു എന്തെങ്കിലും താല്പര്യമുള്ളൊരു ജോലി ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനോട് നിങ്ങൾക്ക് നല്ലൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഏത് രാജ്യത്തിലേക്ക് പോകുന്നതിലും ഒരു ലോജിക് ഉണ്ട്. ചിലപ്പോൾ ഇന്ത്യയിൽ ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ജോബിന് ഓപ്പർച്യൂണിറ്റി കുറവായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സ്വന്തം ലൈഫ് ബിൽഡ് ചെയ്യാൻ അങ്ങനെ ഒരു രാജ്യത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെ പോകുന്നതിൽ ഒരു ലോജിക് ഉണ്ട്. അല്ലാതെ ഒരു ഐഡിയ ഇല്ല, എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാതെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്തയാണെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതിന് പറ്റിയൊരു ടൈം അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മളുടെയൊക്കെ പേരൻസിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലൊന്നും അധികം ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ കാലഘട്ടത്തിൽ അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ നാട്ടിൽ തന്നെ ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ഇവിടെ വന്ന് ഇത്രയും ഒരു 3-4 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, നാട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ചു പോകാൻ പറ്റിയൊരു നല്ല ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ഞാനും ചൂസ് ചെയ്തേക്കാം. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ഞാൻ എന്തായാലും അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഇവിടെ ഞാനൊരു പ്രൊഫഷൻ ബിൽഡ് ചെയ്ത് ഓൾറെഡി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മേ ബി ഒരു 10 ഇയേഴ്സിനൊക്കെ ശേഷമായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചിന്ത വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാവരും വേറെ ദിവസം കാണാം. ഗുഡ് ബൈ.